വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മക്കളെന്ന് പറയുന്നത്. സ്വാലിഹീങ്ങളായ മക്കളെ ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയും ഉണ്ടാവില്ല. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ മക്കൾ വേണ്ടാന്നെല്ലാം തീരുമാനിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ മക്കളെ കിട്ടണമെന്നില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാട്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കിട്ടില്ല മക്കളെ. അത് പല കാരണങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാ നല്ല സ്വാലിഹ്യങ്ങളായ മക്കളെ കിട്ടുന്നതിന് നമ്മൾ ഇസ്ലാമികപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നല്ല മക്കളെ, സ്വാലിഹ്യങ്ങളായ മക്കളെ നമ്മൾക്ക് കിട്ടും. അത് എന്താണെന്നുള്ളത് പറഞ്ഞു. സ്വാലിഹ്യങ്ങളായ മക്കളെ കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒളു എടുക്കുക, പരിപൂർണമായ ഒളു എടുക്കുക. ഈ ഒളുവിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു ചെറിയ കാര്യം പറയാം. ഒരാൾ പരിപൂർണമായ ഒളുവോടുകൂടി ഉറങ്ങുകയാണ് എങ്കിൽ അദ്ദേഹം ഉറക്കിൽ നിന്ന് ഉണരുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ അർശിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിലായിരിക്കുമെന്നാണ്. അപ്പോൾ ഒളുവിൻ്റെ ഉറങ്ങുന്നൊരു വ്യക്തി ഒളു എടുത്താലുള്ള പ്രതിഫലം എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും പരിശുദ്ധി എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹുവാണ് കഴിവ് നൽകുന്നവൻ. ഏതൊരു വസ്തുവിന് ചലിക്കാനും അത് ചലിക്കാതിരിക്കാനും ഒക്കെ എല്ലാത്തിൻ്റെയും തീരുമാനം അള്ളാഹുവിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുമായി ഒരു ചരിത്രം പങ്കുവച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീയിൽ വീണിട്ട് കരിയാതിരുന്ന സംഭവം, തീ പൊള്ളലേക്കാത്ത സംഭവം. അപ്പം ആ തീക്ക് കരിഞ്ഞു പോകാനുള്ള കഴിവിനെ അള്ളാഹു താല എടുത്തു കളഞ്ഞതാണെന്ന വിഷയം മുമ്പ് ഒരിക്കലും ഒരു വീഡിയോയിൽ സംസാരിച്ചു നിങ്ങളുമായി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വസ്തുവിന് കഴിവ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ആരൊക്കെ കൈയൊഴിഞ്ഞാലും അള്ളാഹു നമ്മളെ കൈയൊഴിയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുക. ബാക്കിയുള്ളവരെല്ലാം നീങ്ങിപ്പോയി കഴിഞ്ഞാലും പടച്ച റബ്ബ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരേ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് അള്ളാഹുവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊന്നും അങ്ങനെ ചോദിക്കാത്തത് കൊണ്ടാണ് നമുക്കൊന്നും കിട്ടാത്തത്. എന്നിട്ടും അള്ളാഹു താല നമുക്ക് നൽകുന്നുണ്ട്. ചോദിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നൽകുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായിട്ട് അള്ളാഹു താല നമുക്ക് നൽകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കല്യാണം കഴിഞ്ഞ് സന്തോഷത്തിൽ പോകുമ്പോൾ ആ സന്തോഷങ്ങൾക്ക് മാറ്റ് കൂട്ടുന്ന ഒന്നാണ് മക്കളെന്ന് പറയുന്നത്. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇപ്പോൾ ഗർഭം നിൽക്കുന്ന സമയത്തും ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? അള്ളാഹുലോട്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുക. നമ്മൾ കുടുംബജീവിതത്തിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അറിയാം എല്ലാവർക്കും. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നമ്മൾ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും പരിപൂർണമായ ഉളു എടുക്കുകയും രണ്ടുപേരും ബെഡിൽ ചെന്നിരുന്നതിന് ശേഷം യാ മുസവ്വിറു യാ അള്ളാ എന്ന പരിശുദ്ധ ദിക്ർ, അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. 99 പേരുണ്ടല്ലോ, അസ്മാഉൽ ഹുസ്ന കേട്ടിട്ടുണ്ടോ? 99 ഇസ്മുകൾ അള്ളാഹുവിൻ്റെ. ആ ഇസ്മിൽപ്പെട്ടൊരു ഇസ്മാണ് യാ മുസവ്വിറു എന്നുള്ളത്. യാ മുസവ്വിറു എന്ന വാക്കിൻ്റെ അർത്ഥം, പ്രത്യക്ഷാർത്ഥം പറയുകയാണെങ്കിൽ രൂപപ്പെടുത്തുന്നവനെ, സൃഷ്ടിക്കുന്നവനെ എന്നൊക്കെ പറയാം. യാ മുസവ്വിറു യാ അള്ളാ എന്ന ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിരിപ്പിൽ ചെന്നിരുന്ന് രണ്ടുപേരും ആത്മാർത്ഥമായി 99 വട്ടം ചൊല്ലുകയും പിന്നീട് അവരുടെ കാര്യങ്ങളുമായി ഇൻഷാ അല്ലാ മുന്നോട്ട് പോവുകയും ചെയ്താൽ അല്ലാഹു തആല തീർച്ചയായിട്ടും നമുക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകും. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് എങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ യാ മുസവ്വിറു യാ അല്ലാ എന്ന ദിക്ർ വിരിപ്പിലെത്തിയതിന് ശേഷം രണ്ടുപേരും പരസ്പരം ചൊല്ലി അവരുടെ കാര്യങ്ങളിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉന്നതമായ അനുഗ്രഹം കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു തആല തരും. അല്ലാഹു തആല നമുക്ക് നൽകിയ മക്കളിലും നൽകാൻ ഉദ്ദേശിക്കുന്ന മക്കളിലും അല്ലാഹു തആല ബർക്കത്തിനെ നിലനിർത്തട്ടെ.
സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ